ഹരി ഓം. ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 51-ാമത്തെ ശ്ലോകം മുതൽ 10 എണ്ണമാണ് നമ്മൾ വായിച്ചിടാൻ ഉദ്ദേശിക്കുന്നത്. ആ ഹിമകര കരനികര മൃദു മൃദിതലക്ഷ്മി സരസതര സരസിരുഹ സരസദൃശിദേവേ വ്രജയുവതിരതികലഹ വിജയ നിജലീലാമദമുദിത വദന ശശി മധുരിമണിലീയേ. നല്ല ഇതിലായിട്ട് പ്രാസം ഒപ്പിച്ചെഴുതിയിരിക്കുന്നതാണ്, വായിക്കാൻ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. ആ ഹിമകര എന്നാണ്. ആ ഹിമകര കര നികര മൃദു മൃദിത ലക്ഷ്മി സരസതര അവിടം വരെ. പിന്നെ സരസിരുഹ സരസദൃശി ദേവേ വ്രജയുവതിരതികലഹ അതിന രതികലഹ എന്നല്ല, വ്രജയുവതിരതികലഹ അതികലഹ വിജയ നിജ ലീലാമദമുദിത വദന ശശി മധുരിമണി ലീയേ. മുദിത വദന ശശി മധുരിമണി. അർത്ഥം താഴെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഞാനൊന്ന് പറയുന്നുണ്ട്. ഏതായാലും നിങ്ങൾക്ക് വാക്കുകളുമായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നൊന്നും മനസ്സിലാകും. ആ ഹിമകര കരനികര മൃദു മൃദിത ലക്ഷ്മി സരസതര സരസിരുഹ സരസദൃശി ദേവേ വ്രജയുവതിരതികലഹ വിജയ നിജലീലാമദമുദിത വദന ശശി മധുരിമണിലീയേ. ആ ഹിമകര കരനികര, അതായത് ഹിമകരനല്ലാത്തവൻ്റെ, അതായത് സൂര്യൻ്റെ രശ്മി, ഹിമകരനല്ലാത്തവൻ സൂര്യൻ്റെ രശ്മി സമൂഹത്താൽ ആ ഹിമകര കരനികരം അതെന്നതാ സൂര്യൻ്റെ ഹിമകരനല്ലാത്തവൻ്റെ, അതായത് സൂര്യൻ്റെ രശ്മി സമൂഹത്താൽ മൃദു മൃദിത ലക്ഷ്മി സരസതര സരസിരുഹ, അതായത് മൃദുവായി തലോടുമ്പോൾ, അതായത് സൂര്യൻ്റെ രശ്മി രാവിലെ വളരെ സൗമ്യമായിട്ട് നമ്മളെ തലോടുമ്പോൾ ഉണ്ടാകുന്ന ആ ശോഭ കൊണ്ട് സരസതരമായ എന്ന് വെച്ചാൽ അതിസുന്ദരമായ സരസിരുഹം, താമരപ്പൂ പോലെ. സരസിരുഹം താമരപ്പൂ, അതെങ്ങനെയാണ് വന്നത്? സരസിൽ ഉണ്ടായത്. സരസെന്ന് പറഞ്ഞാൽ കുളത്തിൽ ജനിച്ചതെന്നുള്ള അർത്ഥത്തിൽ സരസിജ എന്നൊക്കെ പറയില്ലേ താമരയ്ക്ക്, അതാണ് സരസിരുഹം, താമരപ്പൂ പോലെ. സരസദൃശി, മനോഹരമായ കണ്ണുകളോട് കൂടിയവനും. അതിങ്ങനെ ഭഗവാന്റെ വർണ്ണനയാണ്. വ്രജയുവതി രതികലഹ വിജയ. അതികലഹമല്ല, രതികലഹം തന്നെയാണ്. കളിയിലുണ്ടാകുന്ന അവർക്ക് രതിയിലുണ്ടാകുന്ന കലഹത്തിൽ ജയിച്ചതുകൊണ്ടുള്ള നിജ ലീലാമദമുദിത വിനോദ, അതായത് ലീലാമദം, കളിയിൽ രസിച്ച് ജയിച്ചത് കൊണ്ടുള്ള ആ ലീല മദം മുഖ മുദിത വദന ശശി മധുരിമണി. മുദിത വദനം, ശശി ചന്ദ്രൻ. അപ്പം ചന്ദ്രനെ പോലെ നെന്മുഖം എന്ന് പറയുന്നത് ഏറ്റവും ഭംഗിയായിട്ടുള്ള അത് ചന്ദ്രൻ്റെ ആണെന്നാണ് പറയപ്പെടുന്ന കവികൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ചന്ദ്രൻ്റെ മുഖത്തിൻ്റെ ആ സൗന്ദര്യ ചന്ദ്രനെ പോലെ തോന്നിക്കുന്നതായ ആ സുന്ദരമായ മുഖത്തിൻ്റെ ആ മുദിതമായ ഏറ്റവും അധികരിച്ചുള്ള ദേവനിൽ, ശ്രീകൃഷ്ണ ഭഗവാനിൽ എന്നാണ് ഇവിടെ. ലീയേ, ഞാൻ ലയിക്കുന്നു, അലിഞ്ഞു ചേരുന്നു. ലീയേ. ആ ഹിമകര എന്ന് വായിക്കണം കേട്ടോ. അത് ആ ഹിമകരനല്ലാത്തവൻ്റെ, ആ ഹിമകര കരനികര മൃദു മൃദിത ലക്ഷ്മി സരസതര സരസിരുഹ സരസദൃശി ദേവേ വ്രജയുവതിര രതികലഹ വിജയ നിജലീല. രതി എന്ന് വായിച്ചോ കേട്ടോ. വ്രജയുവതി രതികലഹ വിജയം,
വ്രജയുവതിരതി കലഹ വിജയ നിജ ലീലാ മദമുദിത മദമുദിത വദന ശശി മധുരിമണി ലീയേ എന്നാണ് അതിലലിഞ്ഞ് ചേർന്നു ഒന്ന്. കരകമല ദളദളിത ലളിത തരവംശി കളനിനദ ഗളദമൃത ഘനസരസി ദേവേ സഹജരസ ഭരഭരിത ദരഹസിത വീജി സതത വഹദാധരമണി മധുരിമണി ലീയേ. അത് ഈ പുസ്തകത്തിൽ അർത്ഥമായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നതിനകത്ത് ആ വാക്കുകൾ വേറെ വേറെ തിരിച്ചെഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് കോമ ഇടാനൊന്നും ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടാം. കരകമല ദളദളിത കോമ ലളിത തരവംശീ കളനിനദ ഗളദ അമൃത ഘന സരസി ദേവേ. ആ കൈകളാകുന്ന താമരപ്പൂവിൽ ഇതളാകുന്ന വിരലുകൾ, കൈകളാകുന്ന താമരപ്പൂവ്, ഇതളാകുന്ന വിരലുകൾ, അത് ലളിതതര വംശീ കളനിനദ. വംശി എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ, വംശി ഓടക്കുഴൽ. അതിമനോഹരമായ ഓടക്കുഴലിൻ്റെ എന്താ പറയുക, ഗളദ അമൃത ഘന സരസി. അത് അസ്പഷ്ടമായ ശബ്ദം കൊണ്ട് അമൃത പ്രവാഹം ഉണ്ടായി. അതിൽ നിന്ന് ഒരു അമൃത പ്രവാഹമുണ്ടായി. അവിടെ ഒരു നല്ല തടാകം തന്നെ രൂപപ്പെട്ടു. സഹജ രസഭരഭരിത. സഹജമായിട്ടുള്ള എന്ന് വെച്ചാൽ സാധാരണയായിട്ട്, അത് സഹജമാണ്, ജനിച്ചപ്പോഴേ ഉള്ളതെന്ന് നമ്മൾ പറയുക, സ്വാഭാവികമായിട്ടുള്ള സഹജ രസഭരഭരിത, ആ രസം തുളുമ്പുന്ന ദരഹസിത വീജി സതത വഹത് അധരമണി മധുരിമണി. അത് നമ്മൾ പറഞ്ഞതല്ലേ, അത് തന്നെ ഒന്നുകൂടെ പറഞ്ഞല്ലേ. അടുത്ത ലൈൻ 52-ാമത്തേത് അല്ല, അതല്ല നമ്മൾ പറഞ്ഞത്. ലീയെന്ന് കണ്ടുകൊണ്ട് എനിക്ക് തോന്നി അത് ഒരേപോലെയാണ്. ആ ഭഗവാനിൽ, ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ അത് തന്നെയാണ് 2-3 ശ്ലോകങ്ങളിനകത്ത് മുഴുവൻ പറയുന്നത്. 3 ശ്ലോകങ്ങളിൽ അലിയെ അതിനകത്ത് ലയിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ആദ്യം ഓർത്ത് ഞാൻ അത് തന്നെയാണോ വീണ്ടും പറഞ്ഞു വന്നതെന്ന്. അലകൾ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ അധരമണി മധുരിമണി. ആ മണി എന്ന് പറഞ്ഞാൽ രത്നം എന്നൊക്കെ അർത്ഥം. ഇവിടെ ഇപ്പം മാണിക്യം നഴുകിക്കുന്ന അതിനോട് ചുവന്ന ചൊടിയാണല്ലോ, ചുവന്ന ചൊടി, മാണിക്യത്തിൻ്റെ നിറമുള്ള ആ ചൊടിയുടെ മാധുര്യം ചേർന്ന ആ ഭഗവാന്റെ, ശ്രീകൃഷ്ണ ഭഗവാനിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ആ മനസ്സ്. ബാക്കി അർത്ഥം നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ മനസ്സിലാകും. പക്ഷെ പറഞ്ഞു തരുമ്പോൾ ഒന്നുകൂടി ഒരു ക്ലാരിറ്റി വരും. അതുകൊണ്ട് അങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. കരകമല ദളദളിത ലളിത തരവംശീ കളനിനദ ഗളദമൃത ഘന സരസി ദേവേ സഹജ രസഭരഭരിത ദരഹസിത വീജി സതത വഹദധരമണി മധുരിമണി ലീയേ. കോമ ഇട്ടോണം, അല്ലെങ്കിൽ വായിക്കുമ്പോൾ തെറ്റും. കുസുമ ശരസമര കുപിത മദഗോപി കുചകലശ ഘുസൃണ ലസദുരസി ദേവേ. കുസുമ ശരസമര കുപിത മദഗോപി കുചകലശ. കുസുമശരൻ ആരാ? കാമദേവൻ. ആ കാമദേവൻ്റെ അമ്പുകൾ കൊണ്ടുള്ള യുദ്ധത്താൽ സമര കുപിത അഹങ്കാരം വർദ്ധിച്ച ഗോപി കുചകലശ, ആ ഗോപിമാരുടെ മുലത്തടങ്ങളിലുള്ള ഘുസൃണ ലസദ് ഉരസി, കുങ്കുമച്ചാറ് നെഞ്ചിൽ പുരട്ടുന്ന കുങ്കുമച്ചാറ് ശോഭിക്കുന്ന
മാറോട് കൂടി. കാരണം അവരെ ആലിംഗനം ചെയ്തപ്പോൾ ഭഗവാന്റെ ശരീരത്തിൽ ആ കുങ്കുമച്ചാറ് പറ്റി എന്നാണ് അർത്ഥം. കുങ്കുമച്ചാർ കൊണ്ട് ശോഭിക്കുന്ന ആ മാറിടത്തോട് കൂടിയവനും മദലുളിത മദം കലർന്നവനും മൃദുഹസിത നല്ല സുന്ദരമായ ചെറുചിരിയോടെ മൃദുവായ ചിരിയോടെ മൃദുവായ ചിരി മുഷിത ശശിശോഭ അത് മുമ്പേ അത് പറഞ്ഞത് തന്നെ അധിക മുഖ കമല മധുരിമണി ലീയേ അതിൽ ലയിക്കട്ടെ. ഇത്രയേ ഉള്ളൂ. കുസുമശര ശരസമര കുപിത മദഗോപി കുജകലശ ഘുസൃണ രസ ലസ ദുരസി ദേവേ കോമായിട്ടാണ് തൃണരസ അല്ല തൃണ കഴിഞ്ഞ് രസ ലസ ദുരസി ഘുസൃണ രസ ലസത് ഘുസൃണ രസ ലസത് ഉരസി. അവിടെ വരെ ഒന്നിച്ച് വായിക്കണം. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അർത്ഥം എഴുതിയിരിക്കുന്നത് നോക്കി നിങ്ങൾ കോമ ഇട്ടാൽ മതി. മദലുളിത മൃദുഹസിത മുഷിത ശശിശോഭ മുഹുരധിക കോമ മുഖ കമല മധുരിമണി ലീയേ. കിട്ടിയല്ലോ എല്ലാം. ആനം രാമസി ഭ്രുവോരുപചിത അക്ഷീണപക്ഷ്മാങ്കുരേഷു ആലോലാമനുരാഗിണോർനയനയോരാർദ്രാമൃദു മൃദൗ ജൽപിതേ ആതാമ്രാമൃതാധരേ മദകളാമമ്ലാനവംശീരവേഷു ആശാസ്തേ മമലോചനം വ്രജശിശോർമൂർത്തിം ജഗന്മോഹിനീം ആനമ്രാമസിത ഭ്രുവോരുപചിതാം അക്ഷീണപക്ഷ്മാങ്കുരേഷു ആലോലാമനുരാഗിണോർ നയനയോർ ആർദ്രാമൃതൗ ജൽപിതേ ആതാമ്രാമൃതാധരേ മദകളാമമ്ലാനവംശീരവേഷു ആശാസ്തേ മമലോചനം വ്രജശിശോർ മൂർത്തിം ജഗന്മോഹിനീം. ഓരോ അവയവങ്ങളെ എടുത്തു പറയുക. ആനമ്രാമസിത ഭ്രുവോരുപചിതാം അക്ഷീണ പഷ്മാങ്കുരേഷു എന്ന് ആക്കുക. പിന്നെ ആലോലാം അനുരാഗിണോർ കോമ നയനയോരാർദ്രാം മൃദൗ ജൽപിതേ. പിന്നത്തെ ആതാമ്രാം അമൃതാധരേ ഒന്നിച്ച് വായിക്കുക. മദകളാം അമ്ലാന വംശീരവേഷു രവേഷു എന്നാക്കിയിട്ട് പിന്നെ ഇഷ്വ വെട്ടിയിട്ട് ആശാസ്തേ മമലോചനം വ്രജശിശോർ മൂർത്തിം ജഗന്മോഹിനി. ഇത് ഭഗവാന്റെ ഭ്രുവം എന്ന് പറഞ്ഞാൽ ഭ്രുവ മധ്യത്തിൽ എന്ന് പറയില്ലേ, രണ്ട് പുരികങ്ങളുടെ ഇടയിലുള്ള സ്ഥലത്ത്, അത് പുരികം എന്നാണ് അർത്ഥം. അസിത ഭ്രുവോ ആനമ്രാം, കറുത്ത പുരികങ്ങൾ അല്പം വളഞ്ഞതാണ്. ആനമ്രാം എന്ന് വെച്ചാൽ കുനിഞ്ഞത്. നമ്രാം എന്ന് പറഞ്ഞാൽ കുനിഞ്ഞത്, വളഞ്ഞത്. അക്ഷീണ പക്ഷ്മാങ്കുരേഷു, കൺപീലികൾ ഇടതൂർന്ന് അടുത്തടുത്ത് നിൽക്കുന്ന കൺപീലികൾ. അനുരാഗിണോ നയനയോ ആലോല, പ്രേമം ഉതിർക്കുന്ന കണ്ണുകളിൽ ഇളകിയും ആലോല. അതെല്ലായിടത്തും പറയുന്നുണ്ടല്ലേ, ഭഗവാന്റെ കണ്ണെപ്പോഴും ചിമ്മിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് ഇളകിക്കൊണ്ടിരിക്കുന്നു. മുദൗ ജൽപിതേ ആർദ്രാം, മൃദുലമായി പറയുന്നു. എങ്ങനെയാ? അലിവ് ചേർന്നതും ആർദ്രമായ ആ അമൃതാധരത്തിൽ ആതമ്രാം, ആ അമൃതൊഴുകുന്ന ചുണ്ടിൽ ചുവന്നതും. ആതാമ്രാം ചുവന്നതും. ആ അമ്ലാന വംശീരവേഷു മദകളാം, അത് അമ്ലാനമായ ഓടക്കുഴലിൻ്റെ ഒട്ടും തന്നെ വാടാത്ത ഓടക്കുഴലിൻ്റെ ആ സ്വരങ്ങളുടെ മദമാധുര്യം ഉണ്ടായതും.
ജഗന്മോഹിനിയും ഈ ജഗത്തിനെയെല്ലാം മോഹിപ്പിക്കുന്നതും വ്രജശിശോ ആ വ്രജത്തിൽ വസിക്കുന്നവനും ആയ മൂർത്തിയും ആ മൂർത്തിയെ മമ ലോചനം എൻ്റെ കണ്ണ് ആശാസ്തേ എൻ്റെ കണ്ണ് ആശിക്കുന്നു. കണ്ണാശിക്കുന്നത് എന്തിനാണ്? കാണാനാണ്. അപ്പം എൻ്റെ കണ്ണ് കാണാൻ വേണ്ടി കൊതിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്രാമസി ഭ്രുവോരുപചിതാം അക്ഷീണപക്ഷ്മാങ്കുരേഷു ആലോലാമനുരാഗിണോർനയനയോരാർദ്രാമൃതൗ ജൽപിതേ ആതാമ്രാമമൃതാധരേ മദകളാമമ്ലാനവംശീരവേഷു ആശാസ്തേ മമലോചനം വ്രജശിശോർമൂർത്തിം ജഗന്മോഹിനീം. 55. തത്കൈശോരം തച്ച വക്ത്രരവിന്ദം തത്കാരുണ്യം തേ ചലീലാകടാക്ഷാഃ തത് സൗന്ദര്യം സാ ച മന്ദസ്മിതശ്രീഃ സത്യം സത്യം ദുർലഭം ദൈവതേഷു. ആ ഭഗവാന്റെ ഓമനത്വം ഉള്ള ആ കിശോരഭാവമുള്ള കിശോരഭാവം, കൈശോരം എന്നൊക്കെ പറഞ്ഞാൽ ആ കുഞ്ഞായിരിക്കുന്ന ക്യൂട്ട് എന്നുള്ള വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അതിന് പറ്റിയ ഈ വാക്ക് ഇംഗ്ലീഷിൽ പറയുന്ന ആ ക്യൂട്ട് എന്നുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞായിട്ടുള്ള ആ ഓമനത്വം, കുട്ടിത്വം ഉള്ള തച്ച വക്രാരവിന്ദം ചെന്താമര ആകുന്ന മുഖം, തത് കാരുണ്യം കരുണ ഉള്ളത്, ലീലാകടാക്ഷം ആ ലീല എന്ന് വെച്ചാൽ കളി പോലെയുള്ള ഭഗവാന്റെ ആ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കേളി കടാക്ഷം എന്ന് നമുക്ക് പറയാം. കേളി കടാക്ഷം എന്നൊരു വാക്ക് എപ്പോഴും കവികൾ ഉപയോഗിക്കുന്ന കണ്ണ് ചിമ്മി ഇങ്ങനെ നിൽക്കുന്ന, ഇങ്ങനെ കണ്ണിങ്ങനെ എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സൗന്ദര്യം. അതുപോലെ സാ മന്ദസ്മിത ശ്രീച്ച അതും സാ ആ പുഞ്ചിരിയുടെ ഭംഗിയും ച എന്ന് പറഞ്ഞാൽ എന്ന് വരും. ദൈവതേഷു ദേവന്മാരിൽ ദുർലഭം അത് സത്യമാണ്, സത്യമാണ്. അത് ബാക്കിയുള്ളവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു ആ ഭഗവാന്റെ സൗന്ദര്യം, ഒരു പ്രത്യേക സൗന്ദര്യം. കണ്ണിമ ചിമ്മുന്നതും കണ്ണിമ അനങ്ങുന്നതും കണ്ണ് ചലിക്കുന്നതും ഒക്കെ ആയിട്ടാണ് പറയുന്നത്. അതുപോലെ ഭഗവാന്റെ കുട്ടി ആയിട്ടുള്ള ആ ഭാവം, കൈശോര ഭാവത്തിൽ ഇത്രയും സുന്ദരമായിട്ട് വർണ്ണിച്ചിരിക്കുന്ന ഒരു ദേവനും ഒരു മതത്തിലും ഒരു വിശ്വാസത്തിലും ഉണ്ടാവുകയില്ല. അത്ര സൗന്ദര്യത്തിന് മൂർത്തിഭാവമായിട്ടുള്ളത്. കാരണം പല പ്രായക്കാർക്ക് സകല ആളുകൾക്കും സ്ത്രീ പുരുഷ പ്രായഭേദമന്യേ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന ഒരു ഭംഗിയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ. അതേത് പ്രായക്കാർക്ക് വേണമെങ്കിലും അവരുടേതായിട്ട് ഉചിതമായ ഭാവത്തിൽ ഭഗവാനെ നമുക്ക് ആദ്യം തൊട്ട് തന്നെ കവികൾ അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന ആചാര്യന്മാർ അവർ നമുക്ക് ഋഷീശ്വരന്മാർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ പോയവരെ ആ ഒരു ഈശ്വരനെ, ആ ഈശ്വരഭാവമില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ഹൈന്ദവ മതത്തിനെ ഇത്രയും ഇത് വരികയില്ലായിരുന്നു. അത്രയ്ക്ക് സുന്ദരമായ കൽപ്പനയാണ് ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച്. അത് കാരണം അത്ര കൈശോരഭാവത്തിൽ അതായത് ശൈശവം തൊട്ടേ തന്നെ ഭഗവാനെ ഇഷ്ടപ്പെടുന്നത് ആ പ്രായത്തിൽ, ഓരോ പ്രായത്തിൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഭഗവാനെ വെച്ചിരിക്കുക അല്ലേ. എത്രയും 120 വയസ്സ് വരെ ഭഗവാൻ ജീവിച്ചപ്പോൾ ആ ഉണ്ടായ അന്ന് തൊട്ട് ഒരു ഒന്നാം ദിവസം തൊട്ട് 120 വയസ്സ് വരെയുള്ള സമയത്ത് ഇഷ്ടപ്പെടാൻ ഓരോ പ്രായക്കാർക്കും ഓരോ മാനസിക ഭാവമുള്ളവർക്കും കൃഷ്ണനെ സമീപിക്കാം. അവരവരുടെ ഭാവത്തിൽ ചെറുപ്പത്തിൽ കുട്ടിയായിട്ടിരിക്കുന്ന കളിക്കൂട്ടുകാരനായിട്ട് കണ്ടവർക്ക് കൗമാരത്തിൽ കാമുകനായിട്ട് കാണാം, അതുപോലെ ഭർത്താവായിട്ട് കാണാം, അതുപോലെ രാജ്യതന്ത്രജ്ഞനായിട്ട് കാണാം, ഗുരുവായിട്ട് കാണാം. ഈ എല്ലാം തികഞ്ഞ നമുക്ക് സകലതിനെ നമുക്ക് ആശ്രയിക്കാവുന്ന, മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് ആശ്രയിക്കാവുന്ന ദേവനായിട്ട് ഈശ്വരനായിട്ട് കാണാം. അങ്ങനെ എന്തായിട്ട് വേണമെങ്കിലും ഭഗവാനെ നമുക്ക് കാണാം. തത്കൈശോരം തച്ച വക്ത്രരവിന്ദം തത്കാരുണ്യം തേ ച ലീലാകടാക്ഷാ
തത്സൗന്ദര്യം സാജമന്ദസ്മിതശ്രീः സത്യം സത്യം ദുർലഭം ദൈവതേഷു. അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കിശോര ഭംഗിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതി വരികയില്ല. അതുപോലെ ഈ കവി നോക്കുന്ന വഴിയിലെല്ലാം ഭഗവാന്റെ ആ ഓമനത്വം തുളമ്പുന്ന മുഖമാണ് കാണുന്നത്. വിശ്വോപപ്ലവ ശമനൈകബദ്ധദീക്ഷം വിശ്വാസസ്തഭകിതചേതസാം ജനാനാം പശ്യാമ പ്രതിനവകാന്തികന്തളാർദ്രം പശ്യാമ പഥി പഥി ശൈശവം മുരാരേഹ. ശിശുഭാവത്തിൻ്റെ അല്ലെ കൈശോരഭാവത്തിൻ്റെ ആ കുട്ടിത്തമുള്ള ഓമനക്കുട്ടൻ്റെ മുഖമാണ് ഇനിയത്തെ വർണ്ണന. മൊത്തം ആ ഭാവത്തിനെ കുറിച്ചുള്ള വർണ്ണനയാണ്. വിശ്വോപപ്ലവ ശമനൈകബദ്ധദീക്ഷം. വിശ്വാസം കൊണ്ട് അതിങ്ങനെ തുടങ്ങിയിരിക്കുന്ന വിശ്വാസമുള്ള ആ മനസ്സോടു കൂടിയ ഭക്തജനങ്ങൾ, ഭഗവാനിലൊരു വിശ്വാസം വന്നു തുടങ്ങിയ ജനങ്ങളുടെ വിശ്വോപപ്ലവ ശമനൈകബദ്ധ ദീക്ഷം. വിശ്വോപപ്ലവ ശമനം എന്ന് വെച്ചാൽ ആപത്തുകളെ എല്ലാം ഇല്ലാതാക്കുന്നതിന് ദീക്ഷയെടുത്തിട്ടുള്ള അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, അത് വ്രതമാക്കിയിട്ടുള്ള പ്രതിനവകാന്തി കന്തളാർദ്രം. ഓരോ ദിവസവും പുതിയ പുതിയ കാന്തി കൊണ്ട് ആർദ്രമായ മുരാരേ ശൈശവം, ആ കുഞ്ഞിൻ്റെ മുരൻ എന്ന അസുരൻ്റെ ശത്രു മുരാരേ എന്ന് വിളിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. കൃഷ്ണ ആ കുഞ്ഞോ ആ ശൈശവ കാലത്തെ പഥി ഏത് വഴിയിൽ നോക്കിയാലും ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. എവിടെ നോക്കിയാലും ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ കൈശോര രൂപത്തെ ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ആ ഭാവം ഒന്നും അത് മനസ്സിൽ നിന്ന് മാറ്റാനേ ഈ കവിക്ക് തോന്നുന്നില്ല. നല്ല ഭംഗിയായിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അത് നമുക്കത് അത്രയ്ക്ക് ഹൃദ്യമായ അതെനിക്ക് വായിക്കുമ്പോഴൊക്കെ തോന്നാറുള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങളെ പഠിപ്പിക്കണമെന്ന് ഓർത്ത്. വിശ്വോപപ്ലവശമനൈകബദ്ധദീക്ഷം വിശ്വാസസ്തഭകിതചേതസാം ജനാനാം പശ്യാമ പ്രതിനവകാന്തികന്തളാർദ്രം പശ്യാമ പഥി പഥി ശൈശവം മുരാരേ. മൗലിശ്ചന്ദ്രകഭൂഷണ മരതകസ്തംഭാഭിരാമം വപോ വക്ത്രം ചിത്രവിമുഗ്ധഹാസമധുരം ബാലേ വിലോലേ ദൃശോ വാചശൈശവശീതളാ മദഗജശ്ലാഘ്യാ വിലാസസ്ഥിതിർ മന്ദം മന്ദമയേ കയേഷ മധുരാവീഥീമിതോ ഗാഹതേ. മൗലി ചന്ദ്രകഭൂഷണ മരതകസ്തംഭാഭിരാമം വപൂർ വക്ത്രം ചിത്രവിമുഗ്ധഹാസമധുരം ബാലേ വിലോലേ ദൃശോ വാചശൈശവശീതളാ മദഗജശ്ലാഘ്യാ വിലാസസ്ഥിതിർ മന്ദം മന്ദമയേ കയേഷ മധുരാവിധീം ഇതോ ഗാഹതേ. മൗലി എന്ന് പറഞ്ഞാൽ മൗലി തലമുടിക്കെട്ട്. മൗലിയിൽ മയിൽപ്പീലി ചൂടിയ, അത് എല്ലാവർക്കും അറിയാം. മൗലിയിൽ മയിൽപ്പീലി ചൂടിയ പാട്ടുണ്ടല്ലോ. ചന്ദ്രകഭൂഷണ, പീലി കൊണ്ട് ഭൂഷണം ചെയ്തത് അലങ്കരിച്ച. വപു മരതക സ്തംഭാഭിരാമം, ശരീരം ഒരു പച്ച, മരതകം എന്ന് പറഞ്ഞാൽ പച്ചയാണ്, പച്ച തൂണ് കൊണ്ട് പോലെ സുന്ദരമാണ്.
ഇരുണ്ട കളർ നിറത്തിന് വേണ്ടി നീല, പച്ച, കറുപ്പൊക്കെ പറയുന്നുണ്ട്. ഇരുണ്ട നിറമായിരുന്നു ഭഗവാൻ. അതുകൊണ്ടാണ് വക്രം ചിത്ര വിമുഗ്ധഹാസമധുരം. ആ മുഖമോ വളരെ സുന്ദരമായ ആ പുഞ്ചിരിയാൽ മധുരമാണ്. ദൃശവും ബാലേ വിലോലേ. ആ കണ്ണുകൾ ചെറിയവയാണ്. കുഞ്ഞിൻ്റെ കണ്ണുകൾ വലുതായിരിക്കുമല്ലോ. അങ്ങനെ വിടർന്ന ചെറിയ ആ ഭംഗിയുള്ള കണ്ണുകൾ ഇളകിക്കൊണ്ടിരിക്കുന്നു. ആ ലീലാസുഖ കവിക്ക് ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളോടൊരു ഭയങ്കര ഭ്രമമാണെന്ന് തോന്നുന്നു. എല്ലാത്തിനകത്തും ആ ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണുകൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ. അത് ഇളകുന്ന ഭഗവാന്റെ ചുണ്ടിലെ മന്ദഹാസം അതും പറയുന്നുണ്ട്. താമരപ്പൂവിനോടൊന്ന് ഉപമിച്ചിരിക്കുക. അപ്പോൾ അത്ര ആ സുന്ദരത്തെ വർണ്ണിക്കാൻ കവിക്ക് കഴിയുന്നില്ല അതിൽ കൂടുതൽ. അതാണ് ആ കവിയുടെ നിസ്സഹായതയാണ് നമ്മൾ കാണുന്നത്. കാരണം ആവർത്തിച്ച് വരുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അത്രയ്ക്ക് ഭംഗിയെക്കുറിച്ച് ആ കവിക്ക് ഇതിൽ കൂടുതൽ പറയാൻ പറ്റുന്നില്ല. ശൈശവ ശീതള ആ വാക്കുകൊണ്ട് തീരെ കുഞ്ഞു പ്രായത്തിൽ കുഞ്ഞു പ്രായത്തിലെ കാര്യം ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിലാസസ്ഥിതി മത ഗജശ്ലാഘ്യം. ആ നടത്തത്തിൻ്റെ രീതി എങ്ങനെയാണ്? മതിച്ച ആനയുടേത് പോലെ ചന്തമുള്ളവർ ഇങ്ങനെ കുണുങ്ങി നടക്കുന്നത്. അതാണ് മന്ദം ഇതാ മെല്ലെ മെല്ലെ ഈ വഴിക്ക് മധുരാപുരിയിലെ തെരുവിലൂടെ വരുന്നു. ആരായിരിക്കും ഇത്? ആരായിരിക്കും ഇത്? ഭഗവാനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് കവി പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്ത് ശ്രീകൃഷ്ണൻ്റെ ആ ഭംഗികളെ താഴോട്ട് എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഓടക്കുഴൽ ഊതുന്നതും കണ്ണിൽ ചിമ്മുന്നതും ഒക്കെ പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ പാദം തുടങ്ങി മേലോട്ട് നോക്കിക്കാണുന്നു. കണ്ടോ ആ പാദം? അതാരായിരിക്കും? ഇത് ആ തെരുവിലൂടെ വരുന്ന ആ ഭഗവാന്റെ പാദം നോക്കിയിട്ട് പറയുക ഇതിനി അതാരായിരിക്കും. ഇനിയത്തെ ശ്ലോകം അങ്ങനെയാണ്. അപ്പം ഇത്രയും നേരം പറഞ്ഞത് മുകളിൽ നിന്ന് താഴോട്ടാണ്. ഇനിയിപ്പോൾ താഴെ നിന്ന് മുകളിലോട്ട്. ഇങ്ങനെയാണ് ആ ധ്യാനിക്കേണ്ട രീതിയും അങ്ങനെ തന്നെയാണ്. ആ ശിരസ് മുതൽ പാദം വരെയും പാദം മുതൽ ശിരസ് വരെയുമാണ് നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കേണ്ടതെന്ന് പറയാറുണ്ട്. പാദോ പാദവിനിർജിതാംബുജവനോ പദ്മാലയാലങ്കൃതോ. പാദോ പാദവിനിർജിതാംബുജവനോ പദ്മാലയാലങ്കൃതൗ പാണി വേണുവിനോദന പ്രണയിനൗ പര്യാപ്തശില്പശ്രിയൗ ബാഹോ ദോഹദ ഭാജനം മൃഗദൃശാം മാധുര്യധാരാഗിരോ വക്രം വാഗ്വിഭവാദിലംഘിതമഹോ ബാലം കിമേതന്മഹാം. ഒന്നുകൂടെ വായിക്കാം. പാദൗ പാദവിനിർജിതാംബുജവനൗ പദ്മാലയാലങ്കൃതൗ പാണി വേണുവിനോദന പ്രണയിനൗ പര്യാപ്തശില്പശ്രിയൗ ബാഹോ ദോഹദഭാജനം മൃഗദൃശാം മാധുര്യധാരാഗിരോ വക്രം വാക് വിഭവാദി ലംഘിതമഹോ ബാലം കിമേതന്മഹാ. ഭഗവാന്റെ രണ്ട് പാദങ്ങളും പാദവിനിർജിതാംബുജവനൗ താമരപ്പൂക്കളെ ചവിട്ടി ഓടിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ താമരപ്പൂ ഒന്നുമല്ല. അതുകൊണ്ട് ആ പാദങ്ങൾ കണ്ടാൽ താമരപ്പൂ ഇനി അങ്ങോട്ട് ഓടിച്ചു വിട്ടു പോലെ തോന്നുന്നു. എന്ന് വെച്ചാൽ താമരപ്പൂവിൻ്റെ സൗന്ദര്യം ഒന്നുമല്ല ഈ പാദങ്ങളുടെ സൗന്ദര്യം നോക്കിയാൽ. പദ്മാലയാലങ്കൃതവും ആ പദ്മാലയെന്ന് പറഞ്ഞാൽ എന്നാ? ദേവിയുടെ ഇരിപ്പിടം. ആ ലക്ഷ്മി ദേവിയുടെ തൃക്കാലുകളിൽ വന്നു കൂടിയിരിക്കുകയാണ് ആ സൗന്ദര്യം. കൈപ്പടങ്ങൾ രണ്ടും എങ്ങനെയാ? വേണു വിനോദന പ്രണയിനോ. വേണുവായനയിൽ ശ്രദ്ധിച്ച് അതിനോട് പ്രണയം എന്ന് വെച്ചാൽ അതിനോട് ചേർന്നിരിക്കുന്ന വേണു വിനോദന പ്രണയിനോ. പാണി വേണു വിനോദന പ്രണയിനോ. ആ വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന. പിന്നെ പര്യാപ്ത ശില്പശ്രിയോ. അതുപോലെ ആവശ്യമുള്ള അലങ്കാരങ്ങളൊക്കെ
ധരിച്ചിട്ടുണ്ട്. ബാഹു കൈത്തണ്ടകൾ രണ്ടും, ബാഹു നീട്ടുണ്ട് അവിടെ, ബാഹു രണ്ട് കൈത്തണ്ടകളും. മൃഗദൃശാം ദൃശാം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ, നോട്ടമുള്ള നോക്കാനുള്ള കാണാനുള്ള അവയവം, ആ ദൃശാം. മൃഗദൃശാം, മൃഗം എന്ന് പറഞ്ഞാൽ മാനിൻ്റെ കണ്ണ് പോലെയുള്ള കണ്ണുകളുള്ളവൻ. ആ മാനിൻ്റെ കണ്ണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കാണും കേട്ടോ. ഏതെങ്കിലും ഫോട്ടോ ഒക്കെ കാണുമ്പോൾ എഴുതിയിരിക്കുന്ന പോലെയാണ്. താഴെ കൂടി രണ്ട് കറുത്ത, മുകളിൽ രണ്ട് കറുത്ത, നമ്മളൊക്കെ കണ്ണെഴുതുന്ന പോലെ മാനിൻ്റെ കണ്ണ് സുന്ദരമാണ്. ദോഹദ ഭാജനം കൊതിപ്പിക്കുന്നതാണ്. ഗിര വാക്കുകളിൽ നിന്ന്, ഗിരഹ വാക്കുകളിൽ നിന്ന്. മാധുര്യധാര, ആ മാധുര്യം ഇങ്ങനെ ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വക്രം മുഖം. വാഗ്ഭവാദിലംഘിതം, വാഗ്വിഭവാദിലംഘിതം, വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നതല്ലാത്ത. അഹോബാലം, ആ ബാലം എന്ന് വെച്ചാൽ ആ ഓമനത്വമുള്ള. ഏതത് മഹാ, ഈ തേജസ് ഏതാണ്. അതായത് ഇതിനടിയിൽ അർത്ഥം എഴുതിയിട്ടുണ്ട്, അതങ്ങ് വായിച്ചാൽ മതി. ഭഗവാന്റെ പീലി തിരുമുടി കൊണ്ടുണ്ടാകുന്ന ആ സൗന്ദര്യ ആണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ബർഹം നാമ വിഭൂഷണം ബഹുമതം വേഷായ ശേഷൈരലം വക്രം ചിത്രവിശേഷ കാന്തിലഹരി വിന്യാസധന്യാധരം ശില്പൈരൽപധിയാമഗമ്യ വിഭവൈ ശൃംഗാരഭംഗീമയം. ചിത്രം ചിത്രമഹോ വിചിത്രമഹോ ചിത്രം വിചിത്രം മഹഃ. വായിക്കാം അവസാനത്തേത്. ശില്പൈരൽപധിയാം അഗമ്യ വിഭവൈ, ശില്പൈരൽപധിയാം എന്നിട്ട് പിന്നെ അഗമ്യ വിഭവൈ ശൃംഗാരഭംഗീമയം. ചിത്രം ചിത്രമഹോ വിചിത്രമഹോ ചിത്രം വിചിത്രം മഹഃ. ഇതൊക്കെ ഭഗവാന്റെ വർണ്ണനകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ബർഹം നാമ വിഭൂഷണം ബഹുമതം വേഷായ ശേഷൈരലം. ആ മയിൽപ്പീലി ഒരു ആഭരണമാണ് ഭഗവാന്റെ. ഓടക്കുടൽ പോലെ, മഞ്ഞപ്പട്ട് പോലെ, കൗസ്തുഭം പോലെ എല്ലാം ഭഗവാനെ വർണ്ണിക്കുന്നിടത്തെല്ലാം വനമാല പോലെ, എന്തിനും ആ കൂട്ടത്തിലൊക്കെ എന്താ ഉള്ളത്, മയിൽപ്പീലി. ഭഗവാന്റെ ഒരു അടയാളമായിട്ട് നമ്മൾ കാണുന്നതാണ് മയിൽപ്പീലി എന്ന് പറയുമ്പോൾ, അല്ലേ? ഭഗവാനെ ഓർക്കാതെ പറ്റില്ല, ഓർത്തു പോകും. അതുപോലെ ആ വേഷത്തിന് അത് മതി, അതിൽ കൂടുതലുള്ള അലങ്കാരങ്ങളൊന്നും വേണ്ട. ആ മുഖത്ത് ആ വിശേഷപ്പെട്ട ചിത്രവിശേഷ കാന്തി ലഹരി വിന്യാസ ധന്യാധരം, ആ ഭംഗിക്ക് പൊലിമയുണ്ടാക്കുവാൻ, ഭംഗി കൂട്ടുവാൻ വേണ്ടിയിട്ട് കഴിവുള്ള ആ ചെഞ്ചൊടിയുണ്ട്. വേറൊന്നും വേണ്ട, ആ പീലിയും ആ ഭംഗിയുള്ള ആ ചെഞ്ചൊടിയും മാത്രം മതി. അതുപോലെ അല്പധിയാം, അല്പബുദ്ധികൾക്ക്, അല്പധി എന്ന് പറഞ്ഞാൽ ബുദ്ധി, അല്പധിയാം ബുദ്ധി കുറവുള്ളവർക്ക്, അത്ര അല്പബുദ്ധികൾക്കും ആലോചിക്കാൻ പോലും കഴിയാത്ത ശില്പൈഹി ആഭരണങ്ങൾ കൊണ്ട് ശൃംഗാര ഭംഗീമയം, ശൃംഗാര ഭാവം വരുത്തിയിട്ടുള്ളതും. അതുപോലെ ചിത്രം ചിത്രം, ആ ചൈതന്യമില്ലാത്ത ചിത്രം മാത്രം, അമ്പോ അമ്പമ്പോ എന്നൊക്കെ പറയരുത് നമ്മൾ. അതിനകത്ത് ഹോ ചിത്രഭംഗികൾ വരുത്താത്ത കൃഷ്ണചിത്രമാകട്ടെ ഒരു തേജസ് തന്നെയാണ്. അതൊരു ഭയങ്കരമായ ഒരു കാന്തി തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. ഒരെണ്ണം കൂടെ ഇന്ന് നോക്കാം. അഗ്രേ സമഗ്രയതി കാമപി കേളി ലക്ഷ്മി മന്യാസു ദിക്ഷ്വപി വിലോചനമേവ സാക്ഷി ഹാ ഹന്ത ഹസ്തബധദൂരമഹോ കിമേതത് ഏതത് ആസീത് കിശോരമയമംബ ജഗത്രയം മേ. ആസീത് അത് മാത്രമേ ഇവിടെ തിരുത്താനുള്ളേ. തിരുത്താനെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. ഹാ ഹന്ത
മൂന്നാമത്തെ ലൈന് നോക്കിക്കേ. ഹാ ഹന്ത ഹസ്ത പഥദൂരമഹോ കിമേതത് ആസീത് കിശോരമയമംബ ജഗത്രയം മേ. വാക്കുകളൊന്നുകൂടെ വായിക്കാം. അഗ്രേ സമഗ്രയതി കാമപി കേളി ലക്ഷ്മീം അന്യാസു. കേളി ലക്ഷ്മീം അന്യാസോ ദിക്ഷ്വപി വിലോചനമേവ സാക്ഷി. ഹാ ഹന്ത ഹസ്തപഥ ദൂരമഹോ കിമേതത് ആസീത് കിശോരമയമംബ ജഗത്രയം മേ. അഗ്രേ സമഗ്രയതി കാമപി. അഗ്രേ കാമപി. നമ്മളുടെ മുൻപിൽ വർണ്ണിക്കാനാവാത്ത വിധത്തിൽ പലതരം കളികൾ കളിച്ചു കൊണ്ടിരിക്കുന്ന അന്യാസുദിക്ഷു അപി, മറ്റ് ദിക്കുകളിലും ആ കണ്ണുകൾ തന്നെയാണ് സാക്ഷി. അത് നമ്മൾ കണ്ണുകളാണ് അതിന് സാക്ഷിയായിട്ടുള്ളത്. അത്ഭുതം, അത്യത്ഭുതം. കൈ നീട്ടിയാൽ തൊടാവുന്ന ദൂരമേയുള്ളൂ ഭഗവാനെ. ആശ്ചര്യം. എന്താണിത്? ഈ മൂന്ന് ലോകം എനിക്ക് ഉണ്ണികൃഷ്ണൻ മയമായിരിക്കുന്നു. എനിക്ക് ഭഗവാന്റെ മയമായി തോന്നുന്നു. അതായത് അത്ര അടുത്ത് ഭഗവാനെ കാണാൻ പറ്റുന്നു എന്ന് തോന്നുന്നു. ഭഗവാന്റെ കളികൾ, ഭഗവാന്റെ ലീലകൾ, ആ സുന്ദരമായ മുഖം, ആ സാമീപ്യം, ആ ഉടലിൻ്റെ സാമീപ്യം, ഭഗവാന്റെ ഉടലിൻ്റെ സാമീപ്യം ഞാൻ അറിയുന്നു. കവിയുടെ അതങ്ങനെയാണ് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാ ദിക്കിലും മുമ്പോട്ട് നോക്കിയാൽ അവിടെ മുൻഭാഗത്ത്, അതുപോലെ തന്നെ അപ്പുറവും ഇപ്പുറവും എല്ലായിടത്തും കളിച്ചുകൊണ്ടിരിക്കുന്നതായ ഭഗവാന്റെ രൂപത്തെ മാത്രം ഞാൻ കാണുന്നു. അത്രയല്ലേ ഉള്ളൂ. അത് ഒന്നുകൂടെ വായിച്ചിട്ട് നിർത്താം. അഗ്രേ സമഗ്രയതി കാമപി കേളി ലക്ഷ്മീം അന്യാസോ. കേളി ലക്ഷ്മീം എന്നാക്കിക്കോ, എന്നിട്ട് അന്യാസോ എന്നാക്കാം. അഗ്രേ സമഗ്രയതി കാമപി കേളി ലക്ഷ്മീം അന്യാസോ ദിക്ഷ്വപി വിലോചനമേവ സാക്ഷി. ഹാ ഹന്ത ഹസ്തപഥദൂരമഹോ കിമേതത് ആസീത് കിശോരമയമംബ ജഗത്രയം മേ. ഹരി ഓം.